ഹായ് എവരി വൺ. കഴിഞ്ഞ 2 വർഷമായി സൈലത്തിനോടൊപ്പം നിൽക്കുന്ന സൈലത്തിൻ്റെ ഫാമിലിയിൽ ഒരു അംഗമാണ് ഋതിൻ. ഇപ്പോൾ ഈ വർഷവും സൈലത്തോടൊപ്പം തന്നെയാണ്. ഇപ്പോൾ ഋതിൻ്റെ കീമിൻ്റെ റിസൾട്ട് വന്നു. കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ റാങ്ക് നമ്പർ 2 ആണ് ഋതിൻ കരസ്ഥമാക്കിയത്. പക്ഷേ ഋതിൻ അതേപോലെ തന്നെ ജെയ് മെയിനിൽ 99% അടുത്ത് സ്കോറുണ്ട്. പക്ഷേ ഋതിൻ വേറെ എങ്ങും ജോയിൻ ചെയ്തില്ല, വേറെ എങ്ങോട്ടും പോകുന്നില്ല, ഇപ്പോഴും നമ്മോടൊപ്പം നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഋതിൻ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞ 2 വർഷം നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ഗോകുലം സ്കൂളിൽ പഠിച്ച് പരീക്ഷ എഴുതി ബോർഡ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്ത് CBSE ബോർഡ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്ത് നീറ്റും കീമും ജെയും നീറ്റ് എഴുതിയിരുന്നോ? നീറ്റ് എഴുതിയിട്ടില്ല, കീമും ജെയും ഒക്കെ എഴുതിയിരുന്നു. പറ വിശേഷങ്ങൾ. കീം എഴുതിയിട്ട് എങ്ങനെയുണ്ട്, ജെയ് എഴുതിയിട്ട് എങ്ങനെയുണ്ട്? എഴുതി സന്തോഷമുണ്ട്. മാർക്ക് വന്നപ്പോൾ ടീച്ചർമാരും പാരന്റ്സും ഒക്കെ അവരുടെ റെസ്പോൺസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായി അവിടെ പഠിച്ചതിന്റെ ഒരു റിസൾട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ റിസൾട്ടിൽ നീ സാറ്റിസ്ഫൈഡ് ആണോ? ബെറ്റർ ആക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ജെയിന്റെ കാര്യത്തിലോ? ജെയ് ഞാൻ ആദ്യമേ ഇവര് പറഞ്ഞു, ടീച്ചർമാരെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിരുന്നല്ലോ, അത് എത്താൻ പറ്റിയില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഓക്കെ. അപ്പോൾ ഋതിന്റെ എക്സ്പെക്ടേഷനും ഋതിന്റെ തന്നെ സെൽഫ് കോൺഫിഡൻസും ഒന്നും തന്നെ ഈ ഒരു മാർക്കിനോട് എന്താ പറയുക പൂർണ്ണമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ആവില്ല. കാരണം നമുക്ക് അതിലേക്ക് വരാം. ഋതിൻ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ ഗോകുലം സ്കൂളിലെ +1 +2 നമ്മോടൊപ്പം നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ച കുട്ടിയാണ്. അപ്പോൾ അവരിലൊക്കെ ഋതിനിൽ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം അത്രയും സ്കിൽഡായ, അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഋതിൻ. അപ്പോൾ എനിക്ക് തന്നോട് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, വരാനിരിക്കുന്ന കുട്ടികളുണ്ട്, +2 പഠിക്കുന്നതിനോടൊപ്പം ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ ബോർഡ് എക്സാമിന് ഒരു ചെറിയ മാർക്ക് പോലും കുറയാതെ ബോർഡ് എക്സാമിൻ്റെ സ്കോർ എത്രയായിരുന്നു? 96% എന്ന് പറയുമ്പോൾ CBSEയിൽ സ്കോർ ചെയ്യാന്ന് പറയുമ്പോൾ ബോർഡ് എക്സാമിൽ ഒട്ടും ശ്രദ്ധ കുറയാതെ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരുപോലെ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഇതൊക്കെ സാധ്യമാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജീനെ കുറിച്ചൊക്കെ പല കുട്ടികൾക്കും അത് ക്രാക്ക് ചെയ്തൊരു കുട്ടിയിൽ നിന്നും കേൾക്കണമെന്നുണ്ടാവും. ഈ 2 വർഷത്തെ അക്കാഡമിക് പ്ലാനും ഇയറും ഒക്കെ എങ്ങനെയായിരുന്നു? നീ എങ്ങനെയാണ് പഠിച്ചത്? ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്? ഇപ്പം കീമിന് വേണ്ടി ഏതെങ്കിലും സ്പെഷ്യൽ മെറ്റീരിയൽ യൂസ് ചെയ്തിരുന്നു? നമ്മുടെ സ്ലൈഡ്സിലെയും നമ്മുടെ സൈലത്തിൻ്റെ മെറ്റീരിയലും ഒക്കെ നീ എത്രത്തോളം അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്? എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു? കീമിനായിട്ട് നോക്കിയിട്ടില്ല, ജെയ്ക്ക് ഉപയോഗിച്ച അതേ മെറ്റീരിയൽ തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെ കീം എടുക്കുമ്പോൾ ഉള്ള ക്രാഷും ആ ക്ലാസ്സും ഒക്കെ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അതിനു മുമ്പേ ക്ലാസ് എടുക്കുന്ന അപ്പം തന്നെ പഠിക്കുന്നു, നോട്ട് എഴുതുന്നു, റിവൈസ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അതന്നെയായിരുന്നു. ക്ലാസിന്റെ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു? ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യിക്കാറുണ്ടോ? ക്ലാസ് ഒന്നും ക്വസ്റ്റ്യൻസ് ചെയ്യിക്കാറുണ്ട്, അതിനനുസരിച്ച് ഹോംവർക്കും ഉണ്ട്. അപ്പം അത് നോക്കി നല്ല ക്വസ്റ്റ്യൻസ് മെറ്റീരിയൽസും അതൊക്കെ റെഫർ ചെയ്തെടുക്കായിരുന്നു. അവരുടെ തന്നെ സൈലത്തിന്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ കഴിഞ്ഞ കാലത്തെ, അപ്പം അതിൽ അത്യാവശ്യം നല്ല കണ്ടന്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു. ആ മെറ്റീരിയൽ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പീസ് ഓഫ് പേപ്പർ റെഫർ ചെയ്തിട്ടുണ്ടോ? വേറെ ഇപ്പം സാറന്മാര് തരുന്ന അല്ലാണ്ട്, അതായത് ടീച്ചേഴ്സ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ്, അതല്ലാതെ വേറെ ഏതെങ്കിലും ബുക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ടീച്ചർമാർ റെഫർ ചെയ്യുന്ന ഇപ്പം ഫിസിക്സ് ആണെങ്കിൽ HC വർമ്മ, DC പാണ്ഡെ, ആ ബുക്ക് ചെയ്തിരുന്നു. അല്ലാണ്ട് പുറത്ത് ബാക്കിയൊക്കെ ക്ലാസ് നോട്ട്സ്. എങ്ങനെ ക്ലാസ് നോട്ട്സ് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? കാരണം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലാസ് നോട്ട്സ് അങ്ങനെയുള്ള ഒരു രീതിയല്ല. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു കണ്ടന്റ് പഠിക്കുന്നത്. അപ്പോൾ അത് അത്ര ഡെപ്തിൽ പഠിക്കണം, അതിൻ്റെ നോട്ട്സ് എഴുതണം, പിന്നെ പ്രോബ്ലം ചെയ്യണം, ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ചെയ്യണം, ബോർഡ് എക്സാം മോഡൽ എക്സാംസ് എഴുതണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പ്രഷറല്ലേ? അത്യാവശ്യം പ്രഷറാണ്. അതിപ്പം ഇടയ്ക്കൊക്കെ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവും. പക്ഷേ കുഴപ്പമില്ല. ബ്രേക്ക് ഡൗൺസ് വരുമ്പോൾ എന്താ ചെയ്യുക? ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാവരും ഡിസ്കസ് ചെയ്യും. മെന്റേഴ്സും ഉണ്ട്, അവർ എല്ലാം ഹെൽപ്പ് ചെയ്യാം. അപ്പം ക്ലാസ് നോട്ട്സ് പറയുമ്പം എസ്പെഷ്യലി എനിക്ക് നല്ലോണം ഹെൽപ്പ് ആയത് കെമിസ്ട്രിയുടെ നോട്ട്സ് ആണ്. കെമിസ്ട്രി ഇവിടുത്തെ അനൂപ് സാറുണ്ട്, സാറിൻ്റെ കെമിസ്ട്രിയുടെ ഓർഗാനിക് നോട്ട്സ് ഒക്കെ ഫുള്ള് ഒന്നും അറിയില്ലായിരുന്നു. ഓർഗാനിക് സാറിൻ്റെ നോട്ട്സ് വെച്ചിട്ടാണ് ഫുള്ള് പഠിച്ചത്. അത് വേറെ ഒന്നും നോക്കിയില്ല, ആ നോട്ട് മാത്രം. ഓർഗാനിക് ഭയങ്കര കോൺഫിഡൻ്റ് ആണല്ലേ? കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഒരു ക്യൂരിയോസിറ്റിയോട് ചോദിക്കുക, ഒരു ദിവസം എത്ര ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു, ഒരു ദിവസം എത്ര മണിക്കൂർ? ഇതൊക്കെയാണ് കുട്ടികൾക്ക് ചോദിക്കാനുണ്ടാവുക. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശരിക്കും ഹെൽപ്ഫുൾ ആവുന്നത് ഇതിലേക്ക് വരാനിരിക്കുന്ന കുട്ടികൾക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുമാണ്. വിജയിച്ച ഒരാളിൽ നിന്നും ഇത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പം കുട്ടികൾ സാധാരണ ചോദിക്കുന്നതാണ്, ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കും, ഒരു ദിവസം എത്ര ക്വസ്റ്റ്യൻ ചെയ്യും? ഇപ്പം സ്കൂളിലായിരുന്ന സമയത്ത് വൈകുന്നേരം വരെ, ഈവനിങ് വരെ ക്ലാസ് ഉണ്ടായിരുന്നു. മോർണിംഗ് 7 to 3 ആയിരുന്നു ക്ലാസ് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളും ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു പഠിക്കാതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മുതൽ ആ സമയം മുതൽ 11:30 ആ ടൈമാണ് ഞാൻ യൂട്ടിലൈസ് ചെയ്തത് മാക്സിമം. പിന്നെ മോർണിംഗ് 6:30 ആ ടൈമിൽ
മുതൽ ക്ലാസ് പോകുന്നവരെ ആ സമയം നോക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് എണ്ണ വെച്ച് ചെയ്യാറില്ല, ഒരു സബ്ജക്ട് ഓരോ ദിവസം ഒരു സബ്ജക്ട്. എക്സാക്ട്ലി. ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിലല്ല കാര്യം, നമ്മളൊരു കണ്ടന്റ് ഇത്ര പഠിക്കാൻ വേണ്ടി ഫിക്സ് ചെയ്യുന്നു. ആ കണ്ടന്റ് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്ന വരെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. അത് ചിലപ്പോൾ ഒരു 4-5 ക്വസ്റ്റിൽ നമുക്ക് റെഡി ആവും, ചിലപ്പോൾ നമ്മൾ 10-20 ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ എക്സാമിനേഷൻ സീരീസിൽ തന്നെ നിരവധി ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ GIB ഒക്കെ, GIB എക്സാം കഴിഞ്ഞാൽ അതിന്റെ ഡിസ്കഷൻ വരും, വീഡിയോസ് വരും. GIB ഒക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? GIB ഓരോ മാസവും എഴുതാറുണ്ടായിരുന്നു GIB. അപ്പം അതെന്ന് വെച്ചാൽ നമ്മളൊരു ലെവൽ മനസ്സിലാവും, ആ സമയത്ത് നമുക്ക് എത്രത്തോളം അറിയാം. അപ്പം പിന്നെ ടൈം മാനേജ് ചെയ്യാൻ പഠിപ്പിച്ചു തരും അത്. എക്സാമിന് എങ്ങനെ കറക്റ്റായിട്ട് നോക്കാനൊക്കെ. പിന്നെ ആ സമയത്തുള്ള വൺ ഷോട്ടും അതൊക്കെ പിന്നെ അതിൻ്റെ സ്ലൈഡ്സൊക്കെ പിന്നെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നല്ല ഹെൽപ്പായിരുന്നു GIB സ്ലൈഡ്സ്. ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിലേക്ക് വരുന്ന കുട്ടികൾ ഇപ്പം പ്ലസ് 1+2 എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, അത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിനാവാം, അല്ലാതെ നോൺ റെസിഡൻഷ്യൽ സ്കൂളിങ്ങിനാവാം, അല്ലാതെ നമ്മുടെ ട്യൂഷൻ വന്നിട്ടാവാം. അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ സംശയമാണ് ഈ ബോർഡ് എക്സാമും എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ രണ്ട് രീതിയിലല്ലേ, ഇതെങ്ങനെയാണ് മനസ്സിലാവുക, ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? അപ്പം ഞാൻ ഇതിനോട് ചോദിക്കുന്നത്, നിനക്ക് എപ്പോഴാണ് ബോർഡിന് പഠിക്കേണ്ടത് ഈ രൂപത്തിലാണ്, ബോർഡ് എക്സാമിന് ഇതാണ് വരിക, ജെയ്ക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, കീമിന് ഈ പാറ്റേൺ ആണെന്ന് നിനക്കൊരു ക്ലിയർ കട്ട് കിട്ടിയത് എപ്പോഴാണ്? അത് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോഴല്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ ഒരു പാറ്റേൺ മനസ്സിലാവും. പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓരോ ടോപ്പിക്കൊന്നും കീമിന് ഈ ഡയറക്ഷനിലേക്കും ചോദ്യം വരിക, ജെയ്ക്കാണെങ്കിൽ ഇത്ര ഡെപ്ത് പോകും, അങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു തരുന്നത്. അതായത് ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ആ പാറ്റേൺ തന്നെയാണ് പോകുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കറക്റ്റ്. എക്സാംസ് എഴുതുമ്പോൾ എക്സാംസിൽ പലതും പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇതുവരെ കാണാത്ത ടൈപ്പ്. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് എങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലാവും, കൃത്യമായിട്ട് ക്ലിയർ ആവും. അപ്പോൾ നീ ഇപ്പോൾ +1 കഴിഞ്ഞ് +2ലേക്ക് അപ്പോൾ ഏകദേശം ഏതൊരു സമയമായിട്ടാണ് നിനക്കതൊരു ക്ലിയർ കട്ട് കിട്ടിയത്? +1 ഒരു 2-3 എക്സാംസ്, ഒരു 2-3 മെയിൻ എക്സാംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു +1ന്റെ ഫസ്റ്റ് വോളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നിനക്കൊരു ഡയറക്ഷൻ കിട്ടി അല്ലേ? അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് കഴിഞ്ഞു, ബോർഡ് എക്സാം കഴിഞ്ഞു, കീം കഴിഞ്ഞു, JEE കഴിഞ്ഞു. ഇപ്പോൾ JEEന്റെ പെർസെൻറ്റേജിൽ നോക്കുകയാണെങ്കിൽ NITയിൽ നിനക്ക് സീറ്റ് കിട്ടും. അതുപോലെ കീം നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിനക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിനക്കൊരു ബ്രാഞ്ച് എടുത്ത് പഠിക്കാൻ പറ്റും. പക്ഷേ നീ അതിലേക്കൊന്നും പോയില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇപ്പോഴും നമ്മോടൊപ്പമാണ്. ഇവൻ അതിലേക്കൊന്നും പോകാതെ സൈലത്തിൻ്റെ സൂപ്പർ 30 ബാച്ചിൽ റിപ്പീറ്റ് ചെയ്യുകയാണ്. IITക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ IITക്ക് വേണ്ടി മാത്രമായിട്ട് സെലക്റ്റഡ് സ്റ്റുഡൻസിന് കൊടുക്കുന്ന കോച്ചിങ് ആണ് സൂപ്പർ 30 ബാച്ച്, അറിയാം. അതിലാണ് ഇപ്പോൾ റിദിൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു റിസ്ക് അല്ലേ ശരിക്കും? ഒരു സേഫ് സോണിലേക്ക് എത്തിയിട്ട് സീറ്റ് കിട്ടുമെന്നുള്ളൊരു പോയിന്റിൽ നിന്ന് അത് വേണ്ടാന്ന് വെച്ച് IITക്ക് വേണ്ടി വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ, അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം എന്താ? എനിക്ക് എൻ്റെ ലക്ഷ്യം IIT ആണ്. അപ്പം ഒരു ചാൻസും കൂടി ഉള്ളപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ സൂപ്പർ 30 2 കൊല്ലം പഠിച്ചതുകൊണ്ട് ഇവിടുത്തെ കോച്ചിങ് സിസ്റ്റം അറിയാലോ, ഇവരുടെ കോൺഫിഡൻസും. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം അഡ്വാൻസ് മാർക്ക് കുറഞ്ഞു പോയത് എൻ്റെ പ്രിപ്പറേഷൻ കുറവായതുകൊണ്ടാണ്. ഇക്കൊല്ലത്തെ പ്രിപ്പറേഷൻ കൊണ്ട് കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ട് മാക്സിമം. സൂപ്പർ 30 ബാച്ചിൽ ഇപ്പൊ കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ 30 ബാച്ചാണ്. സൂപ്പർ 30 ബാച്ചിനെ കുറിച്ച് ഇപ്പൊ നീ കുറച്ചായിട്ടല്ലേ ഉള്ളൂ, എത്ര ചാപ്റ്റർ ആയി? സെക്കൻഡ് ചാപ്റ്റർ ആയി. ഓക്കെ, വളരെ ഏർലി സ്റ്റേജിലാണ്. പക്ഷെ എന്നാലും സൂപ്പർ 30 ബാച്ചിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ആദ്യം മുതൽ തന്നെ ഫിസിക്സും എല്ലാ സബ്ജക്റ്റും ആദ്യം മുതൽ തന്നെ ഫുൾ അഡ്വാൻസിലാണ് വന്നത്, അഡ്വാൻസ് ഓറിയന്റഡ് ആയിട്ടാണ് വന്നത്. ഫിസിക്സ് ഹാൻഡിൽ ചെയ്യുന്നത് GP സാറും, കെമിസ്ട്രി റിജു സാറും അനൂപ് സാറുമാണ്. മാത്സ് ഇക്ബാൽ സാർ മാത്രമേ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. അപ്പം മാത്സും എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകുന്നുണ്ട്, അഡ്വാൻസ് ക്ലാസ്സസ്. നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ച കണ്ടന്റ് നേരെ സ്കൂളിൽ ഇപ്പോൾ ഫിസിക്സിൽ ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലേ പോകുന്നത്, സ്കൂളിൽ നിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസിൻ്റെ ലെവലിലേക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ഇപ്പോൾ GP സാറിനെ പോലെ ഉള്ള ടീച്ചേഴ്സൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ ഒരു ഫീലിംഗ് വെറൈറ്റി തന്നെ ആയിരിക്കുമല്ലോ, ഒരു ഡിഫറെൻറ്റ് ഫീൽ ആയിരിക്കുമല്ലോ. അതെന്താ നിനക്ക് ആ ക്വസ്റ്റ്യൻ ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് മുമ്പ് പഠിച്ചതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ? മുമ്പ് പലതും എത്ര ഡീറ്റെയിൽ ആയിട്ട് പോകാറില്ല, ആവശ്യത്തിനുള്ള കണ്ടന്റ് വെച്ചിട്ടായിരുന്നു, മീൻസ് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആൻസർ എത്തിക്കാനുള്ള ഇത് മാത്രമേ മതിയായിരുന്നു. ഇപ്പം വെച്ചാൽ എല്ലാം അതിന് ചുറ്റും, ഇപ്പം ഒരു കാര്യം പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും A to Z എല്ലാം പറഞ്ഞു, വളരെ വൈഡ് ആയിട്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കോൺഫിഡൻ്റ് ആണ്, അടുത്ത പ്രാവശ്യത്തെ അഡ്വാൻസിൽ ഉറപ്പായിട്ടും ക്രാക്ക് ആവും. ഇനിയിപ്പം നമ്മുടെ സൈലത്തിലേക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ JEE മെയിനും അഡ്വാൻസും ഒക്കെ ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വരുന്ന കുട്ടികളോട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് പറയാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ നീ പറയാ? ഉഴപ്പരുത്. ട്രാക്കിൽ വീണാൽ പിന്നെ ആ ട്രാക്ക് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത്
അപ്പം അവിടെ നിന്ന് തന്നെ പിന്നെ കോൺസ്റ്റന്റ് അങ്ങനെ പഠിച്ചുകൊണ്ട് പോകണം. ഇടക്കിടക്ക് ഇതൊന്നാവരുത്, മീൻസ് ഇപ്പം പഠിത്തം നിർത്തരുത്, മടി പിടിക്കരുത്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം എനിക്ക് പറ്റിയ കാര്യങ്ങളാണ് കുറേ ഇതൊക്കെ. അപ്പൊ അത് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാം. കൃത്യമായിട്ട് ഒരു പാറ്റേൺ എത്തിക്കഴിഞ്ഞാൽ ആ പാറ്റേൺ തന്നെ തുടർന്നുകൊണ്ട് പോവുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാം. യെസ്, അപ്പോൾ നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്. നമ്മളിപ്പോൾ ഒരു അടുത്ത വർഷം ഇതേപോലെ നമ്മൾ വീണ്ടും ഇരിക്കും. അന്ന് നമ്മൾ പറയാ കാൺപൂർ IITയുടെയോ മദ്രാസ് IITയുടെ ഒക്കെ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വർഷം ഇതിനേക്കാൾ ഗംഭീരമായിട്ട് നമുക്ക് സംസാരിക്കണം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.